വസുക്കളുടെ അവതാരമായിരിക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ ഗുണങ്ങളും ഇവരിൽ അന്തർലീനമായി തന്നെ ഉണ്ടായിരിക്കും. തൻ്റെ ബന്ധുക്കളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം സുഖങ്ങൾ ത്യജിക്കുവാനും ഇവർക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന മടിയും ഉണ്ടായിരിക്കില്ല. ഭീഷ്മ ശപഥം പോലെ തന്നെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ഇവർക്ക് വിശ്രമവും ഉണ്ടായിരിക്കില്ല. അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന പരിശ്രമത്തിൻ്റെ ഇടയിൽ വന്നു ചേരുന്ന കഷ്ടപ്പാടുകളോ ബന്ധപ്പാടുകളോ എന്ത് തന്നെ ആയാലും ശരി, ഇവരതിനെ ഒരു തരത്തിലും അശേഷം വകവെച്ച് കൊടുക്കുകയുമില്ല. അഷ്ടവസുക്കൾ സമ്പത്തിൻ്റെ ദേവതമാരാണ്. കൂടാതെ സംഗീതാദി സുകുമാര കലകളിലും പ്രഗത്ഭന്മാരാണ്. ഈ ഒരു നല്ല ഗുണം അവിട്ടം നക്ഷത്രക്കാരിലും നമുക്ക് കാണാൻ കഴിയും. അവിട്ടം നാളിന് ധനിഷ്ഠ എന്നും ശ്രവിഷ്ഠ എന്നും പേരുണ്ട്. ധനിഷ്ഠ എന്ന ധനിക എന്നും ശ്രവിഷ്ഠ എന്നാൽ കീർത്തി കേട്ടവൾ എന്നുമാണ് അർത്ഥം. ഈ രണ്ട് ഗുണങ്ങളും ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവർ ധനപരമായിട്ട് എന്നും ഉയർച്ചയിലായിരിക്കും. അത് മിക്കവാറും പേരിലും ഇവർക്ക് കിട്ടും. അത് പൂർവികമായി തന്നെ ഉണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയും പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപൂർവം ചിലരിൽ അത് സ്വാർജിതമായിരിക്കും, അഥവാ സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതായിരിക്കും.